ശ്രീനേട്ടൻ എന്ന നടൻ, അതിനുശേഷം ശ്രീനേട്ടൻ എന്ന എഴുത്തുകാരൻ ഉണ്ടാവുന്നു. ശ്രീനേട്ടൻ എങ്ങനെയാണ് ശ്രീനേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുതിയ ഒരുപാട് തിരക്കഥകളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് നർമ്മത്തിലൂടെ പലതും പറയാനായിട്ട് പ്രതികരിക്കാനുള്ളത് പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രീതി മൊത്തം എഴുത്തിലും ശ്രീനേട്ടൻ്റെ ബാക്കിയല്ല ശ്രീനേട്ടൻ ഇടപെട്ടിട്ടുള്ള മേഖലകളിലെ സിനിമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതാണ് എൻ്റെ തട്ടകം, എങ്ങനെ ഇതാണ് എന്ന് ശ്രീനേട്ടൻ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അതൊരു നോർമൽ പ്രോസസ് ആയിരുന്നു അത്? നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നത് തന്നെ അവിചാരിതമാണല്ലോ. ഞാനപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുറേശ്ശെ ആയിട്ട് വായനയുള്ള കാലഘട്ടത്തിൽ തന്നെ കുറേശ്ശെ ചെറിയ സ്കിറ്റുകൾ എഴുതിയിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ. അത് എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാലത്ത് ഞാൻ ചെയ്തത്. അപ്പം നമ്മൾക്ക് കൃത്യമായിട്ട് ഈ ശ്രീനേട്ടനെ പെർഫോം ചെയ്യാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ തളത്തിൽ ദിനേശൻ്റെ ഒക്കെ സ്വഭാവം ഉണ്ടായിരിക്കും, ആ സ്കിറ്റിലൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയതാണ് ചെറിയ ചെറിയ സ്കിറ്റുകൾ, പരിപാടികളൊക്കെ. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന പുസ്തകത്തിന് പുറത്തുള്ള വായനയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം നാട്ടും പുറത്ത് കേട്ടിട്ടുള്ള ചില കഥകളും അതൊക്കെ വെച്ചുകൊണ്ട് പിന്നെ നമ്മളെ പോലെയുള്ള കുട്ടികളെ രസിപ്പിക്കാനായിട്ട് എന്താണ് വിദ്യ എന്നാലോചിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിനിമയുടെ തിരക്കഥ നാടകങ്ങൾ കുറച്ചൊക്കെ എഴുതിയിരുന്നു ഞാൻ. അത് ചില മത്സരങ്ങൾക്കൊക്കെ പോവുകയും സമ്മാനം കിട്ടുകയും, രചനയ്ക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്, അഭിനയത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ സിനിമയുടെ തിരക്കഥ എങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ അവിചാരിതമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. പിന്നീട് സാഹചര്യങ്ങൾ വന്നു ചേരുകയാണ്. പിന്നെ ആദ്യം ഞാൻ ഇങ്ങനെ KG ജോർജ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഡിസ്കഷൻസിനൊക്കെ ഞാൻ ഉണ്ടാവാറുണ്ടായിരുന്നു പലപ്പോഴും. മേള എന്ന് പറഞ്ഞ സിനിമയുടെ അപ്പം എഡിറ്റർ രവി, രാമേന്ദ്ര ബാബു, പിന്നെ പ്രൊഡ്യൂസർ എൻ്റെ അധ്യാപകനൊക്കെ ആയിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിരുന്ന പ്രഭാകരൻ സാറ്, ഇവരൊക്കെ കൂടി ഇരുന്ന് എന്നെയും ആ ഡിസ്കഷനിൽ ഇരുത്തുമായിരുന്നു. എന്തെങ്കിലും ഒരു പുതിയ ആശയം, ഒരു സീൻ എങ്ങനെ ഡീൽ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പലരുടെയും അഭിപ്രായം സിനിമയ്ക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു പലരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും, പോലീസുകാരനും കള്ളനും ഡോക്ടറും പേഷ്യൻറ്റും എന്നൊക്കെ പറയുന്ന പോലെയുള്ള മുഴുവൻ ആൾക്കാരുടെയും ഒരു ഒക്കെ കാണുന്നൊരു ഇതുണ്ട്. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന എന്തോ ഒന്ന് ഇതിലുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. കൂടുതലൊരു പോപ്പുലാരിറ്റി ആ സിനിമയ്ക്ക് കിട്ടാൻ, കൂടുതലൊരു ഒപ്പീനിയൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം എയിം ചെയ്തിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഒരു തിരക്കഥ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഡിസ്കഷൻ എപ്പോഴും നല്ലതാണ്. പലത് മണ്ടന്മാരോടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വന്നു ചേർന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്, ഒരു വ്യക്തി എന്ന നിലയിൽ. ശരാശരി മലയാളി ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു പോവുകയും അപ്പം അതിനെ ആ സമയത്ത് നമ്മുടെ മനസ്സിനെ നിലക്ക് നിർത്താൻ ഒരുപക്ഷെ എൻ്റെ ഉപബോധ മനസ്സ് കണ്ടുപിടിച്ച ഒരു വിദ്യയായിരിക്കും കാര്യങ്ങളെല്ലാം ഒരു കുസൃതിയുടെ കണ്ണുകളിൽ കാണുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. മനസ്സിലായില്ലേ? അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.